പ്രധാനമന്ത്രി. ചില മന്ത്രിമാർക്ക് തോന്നുന്നു എനിക്കെതിരാണോ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അങ്ങനെ തോന്നേണ്ടുന്ന ഒരു കാര്യവും ഒരു മന്ത്രിക്കുമില്ല. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. ഇവിടെ ഈ കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനത്തിന് വേണ്ടി ഉജ്ജ്വലമായ ഒരു സമരം നടന്നു. ചരിത്ര താളുകളിൽ ആവേശപൂർവ്വം അത് നിലനിൽക്കുകയാണ്. ലീഗിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ, CPI, അതിന്റെ നേതാക്കന്മാർ, ഇവരെല്ലാം അവരുടെ പതാകകൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടി സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം വേണമെന്ന് പറഞ്ഞു. കേരളം അങ്ങനെയാണ്. അതറിയാത്ത ചിലർ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പഠിക്കണം കേരളത്തെ. കേരളം നാണ്യവിളകളുടെ സംസ്ഥാനമല്ല. ഗോതമ്പ് വയലേലകളില്ല, നെൽ വയലേലകളില്ല, ധാന്യങ്ങൾ വളരെ വളരെ കുറവാണ്. നമ്മൾ കപ്പ, ഇഞ്ചി, കുരുമുളക്, കാപ്പി, റബ്ബർ, ഏലം, തേയില, പാമ്പിൻതോല്, മാനിൻതോല്, അങ്ങനെ കുറെ എണ്ണം കയറ്റി അയക്കും. സുഗന്ധദ്രവ്യങ്ങൾ കയറ്റി അയക്കും. അങ്ങനെയുള്ള ഒരു കാലത്ത് ക്ഷാമം നേരിട്ടപ്പോൾ ഈ കൊച്ചു കേരളം, നമ്മുടെ എല്ലാം മന്ത്രിമാരുടെ അപ്പനപ്പൂപ്പന്മാർ, നമ്മുടെ എല്ലാം നേതാക്കന്മാരുടെ അപ്പനപ്പൂപ്പന്മാർ ചോളവും അതുപോലുള്ളവയും കഴിച്ച് പശി അടക്കിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരിയും ഗോതമ്പും പഞ്ചസാരയും ധാന്യങ്ങളും വേണം. അതിന് കണക്കായി കേന്ദ്ര ക്യാബിനറ്റിലേക്ക്, ഖജനാവിലേക്ക് കേരളം ഈ സുഗന്ധദ്രവ്യങ്ങളും എല്ലാം കയറ്റി അയച്ചുകൊണ്ട് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നുണ്ട്. വിദേശ നാണ്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഈ കൊച്ചു കേരളത്തിന് കിട്ടേണ്ടതാണ്. അതാണ് അന്ന് ഈ പാർട്ടികൾ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനത്തിലൂടെ ഈ കേരളത്തിൽ നേടിയെടുത്തത്. അങ്ങനെയാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടായത്. അത് നിലനിർത്തുന്നവരാരാണ്? വെറുതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം ഒരു ബ്യൂറോക്രസി, ഔദ്യോഗിക വിഭാഗം, അഡ്മിനിസ്ട്രേറ്റർ പ്രഖ്യാപിച്ചാൽ പോരാ. അത് 12,203 ഗ്രാമങ്ങളിലൂടെ, അവിടെയുള്ള റേഷൻ കടകളിലൂടെ, മറ്റതെല്ലാം മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയും, ആ റേഷൻ കടകളിലൂടെ വാതിൽപ്പടി വിതരണത്തിലൂടെ എത്തിക്കേണ്ടവർ എത്തിക്കണം. GR അനിൽ വിചാരിച്ചാൽ എത്തിക്കാൻ കഴിയില്ല, പിണറായി വിജയൻ വിചാരിച്ചാലും എത്തിക്കാൻ കഴിയില്ല. എത്തിക്കുന്നവർ ആര്? റേഷൻ ലൈസൻസുകൾ, റേഷൻ ഷാപ്പ് ഉടമകൾ, ഇതിന് ഭാഗമായി പ്രവർത്തിക്കുന്ന ചുമട്ടുതൊഴിലാളികൾ, ഇതിനോടനുബന്ധിച്ചുള്ള FCI ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാമാണ്. അല്ലേ? അവരെല്ലാം യോജിച്ച് നടത്തേണ്ടുന്ന ഒരു സമരമാണിത്. ചിലർ ചില താല്പര്യങ്ങൾ കൊണ്ട് ആ സമരത്തെ വേറൊരു മുദ്രാവാക്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോടൊന്നും അതിന്റെ വിശദീകരണത്തിൽക്കൊന്നും ഞാൻ പോകുന്നില്ല. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു ജീവിത സമരമാണ്. ലോകത്താകെ കോവിഡ് മഹാമാരി ആളിപ്പടർന്നപ്പോൾ, ആരുടെയും നിയന്ത്രണത്തിന് വിധേയമല്ലാതായിരുന്നപ്പോൾ, ആൾ ദൈവങ്ങളും സാക്ഷാൽ ദൈവങ്ങളും അമ്പലങ്ങളും പള്ളികളും ആരാധനാലയങ്ങളും അടച്ചുപൂട്ടി പൂജ പോലും ചെയ്യാതിരുന്നപ്പോ, മനുഷ്യന്റെ വയറില് വിശപ്പ് മാറ്റാൻ ആഹാരം എത്തിച്ചൊരു വിഭാഗമുണ്ട്. പൂജാരി പണിമുടക്കി, ആരാധനാലയങ്ങൾ തുറന്നില്ല, പക്ഷെ തുറന്ന് പ്രവർത്തിച്ചത് റേഷൻ കടകളാണ്. ആ കാര്യം അധികാരികൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. ആ സങ്കടം ഏത് കൊലക്കൊമ്പന്റെ മുമ്പിലും, ഏത് സെക്രട്ടേറിയറ്റിന് മുന്നിലും AITUC വിളിച്ചു കൂവും. അതാണ് ട്രേഡ് യൂണിയൻ. അമ്പലം പൂട്ടിയപ്പോൾ റേഷൻ പടിയെ തുറന്നില്ലേ? പള്ളി പൂട്ടിയപ്പോൾ റേഷൻ പടിയെ തുറന്നില്ലേ? അവിടെ കിറ്റുകൾ ഉണ്ടാക്കിയില്ലേ? കിറ്റുകളുടെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മളെല്ലാം എത്രയോ പ്രസംഗിച്ചു നടന്നതല്ലേ? ആ കിറ്റ് വിതരണം നടത്തിയ, കെട്ടിയ, മൂക്കില് ഇതെല്ലാം നടത്തി സാനിറ്റൈസർ മിനിറ്റിന് കയ്യിൽ തേച്ച് കിറ്റ് രൂപപ്പെടുത്തി അത് എത്തിച്ച റേഷൻ കടക്കാർക്ക് വേതനമില്ലത്രേ.
അത് അനുവദിക്കില്ല. സജിലാൽ ഇങ്ങനെ ഒരു സമരമുണ്ട്. KPR നിന്ന് അദ്ദേഹത്തിന് തീരെ സംസാരിക്കാൻ വയ്യാതെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് എന്നെ പകരം ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിന് തന്നെ നിർബന്ധമായും ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. ഈ സമരത്തിന്റെ ഗൗരവം അത്രയേറെ ബോധ്യപ്പെട്ടിരുന്നു AITUC-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞങ്ങളുടെ സംസ്ഥാന കൗൺസിലും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയും ഭാരവാഹികളുടെ യോഗവും നിരന്തരമായി ഇത് ചർച്ച ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ നിരന്തരമായി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തേ ഇങ്ങനെ വരാൻ? അതുകൂടി പറഞ്ഞ് മറ്റു കാര്യങ്ങളെല്ലാം നേതാക്കൾ ഒരുപാട് ഇവിടെയുണ്ട്. എന്തേ ഇങ്ങനെ ചിന്തിക്കാൻ ഈ ഗവൺമെന്റ്? ഇതൊരു തൊഴിൽ വിഷയം മാത്രമല്ല, അങ്ങനെയായി ചിത്രീകരിച്ച് ഈ തൊഴിലാളികളെ ഒരു പാഠം പഠിപ്പിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇതൊരു തൊഴിലാളി വിഷയമല്ല, ഇത് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ വിഷയമാണ്. അങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം. മാർക്കറ്റിൽ ഇടപെടുക, പൊതുവിതരണ രംഗത്ത് ഇടപെടുക, റേഷൻ കടകൾ ഉണ്ടാവുക, റേഷൻ വിതരണം നടത്തുക, ശേഖരിച്ച ധാന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് റേഷൻ കാർഡ് വഴി വിതരണം നടത്തുക തുടങ്ങിയതൊക്കെയാണ് വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ടാണ് വിദേശ നാണ്യം നേടിത്തരുന്ന കേരളത്തിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സിസ്റ്റം ഉണ്ടാവണമെന്ന് മുൻകാല നേതാക്കൾ അവരാഗ്രഹിച്ചത്. ഇതിന് സാമ്പത്തിക കുഴപ്പമുണ്ടായത്, വകുപ്പിന് സാമ്പത്തിക കുഴപ്പമുണ്ടായത് റേഷൻ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും കുഴപ്പമാണെന്നാണോ? അല്ല. സത്യത്തിൽ സപ്ലൈകോ രൂപീകരിക്കുമ്പോൾ മറ്റൊരു വിഷയമാണെങ്കിലും ആഗ്രഹിച്ചത് എന്താ? പൊതുവിപണിയിൽ ഇടപെടാനാണ്, വിലക്കയറ്റം നിയന്ത്രിക്കാനാണ്. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു മാവേലി സ്റ്റോർ എന്ന് പറയുന്നത്, അതിനു മുമ്പ്, ഈ മാവേലി സ്റ്റോറുകൾ വരുന്നതിന് മുമ്പ് ഓരോ കൊച്ചു കടകളിലെയും മുളകിന്റെയും അരിയുടെയും വെല്ലത്തിന്റെയും മറ്റ് ധാന്യങ്ങളുടെയും വില നിശ്ചയിച്ചത് ആരാ? അതെല്ലാം ഓരോ മാർക്കറ്റുകാരാണ്. ഈ മാവേലി സ്റ്റോറുകൾ വന്നതിന് ശേഷം വില നിയന്ത്രിച്ചത് ആരാ? മാവേലി സ്റ്റോറുകളാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. ചിലർക്കൊക്കെ മറന്നു പോകുന്നത് അതാണ്. പൊതുവിപണിയിൽ ഇടപെടാനാണ്, വിലക്കയറ്റം നിയന്ത്രിക്കാനാണ്. ഒരു പഞ്ചായത്തിൽ ഒന്ന് മതി. അങ്ങനെ ഈ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോന്ന് മതി. ചുരുങ്ങിയ സ്ഥലത്ത് ഔട്ട്ലെറ്റുകൾ മതി, സൂപ്പർ മാർക്കറ്റുകൾ മതി. കേരളത്തിന്റെ വില നിലവാരം നിയന്ത്രിക്കാൻ കഴിയും. ലക്ഷോപലക്ഷം 3 കോടിയിലേറെ വരുന്ന ഈ ജനങ്ങളുടെ വില നിയന്ത്രണ അവകാശം ആർക്കാണ്? കേരള ഗവൺമെന്റിനാണ്. അത് പൂട്ടിപ്പോയാൽ ആ അവകാശം ആർക്കാണ്? ലുലു മാളിലും വൻകിടക്കാർക്കും ആന്ധ്രയിലെയും ഉത്തരേന്ത്യയിലെയും വൻകിട കച്ചവടക്കാർക്കുമാണ്. ഇത് നശിപ്പിച്ചാൽ അവർക്കാണ് നേട്ടം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ തൊഴിൽ വിഷയം മാത്രമല്ലേ, പൊതുവിതരണം കാര്യക്ഷമമാക്കണം, മാർക്കറ്റിൽ ഇടപെടണം, വില നിയന്ത്രിക്കണം. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മാവേലി സ്റ്റോറിലെ 13 ഐറ്റങ്ങൾക്ക് വില കുറച്ചു എന്ന് മാത്രമല്ല, അതിന് വില വർദ്ധിപ്പിക്കരുതെന്ന് തീരുമാനമെടുത്തു. അന്നത് ശരിയാണെന്ന് തോന്നി. പക്ഷെ അതോടുകൂടി പൊതുവിതരണ ശൃംഖല അടച്ചുപൂട്ടി. അതിന് ഉത്തരവാദി ആരാ? തീർച്ചയായും ഉത്തരവാദി നമ്മളെല്ലാം തന്നെ. അങ്ങനെ ഒരു പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്ക് ഇപ്പോഴല്ലേ ഉണ്ടായത്. അന്ന് തെറ്റ് ചെയ്തത് ആരാ? അവരതിന് മറുപടി പറയണം. ധനകാര്യ വകുപ്പ് എല്ലാ വകുപ്പുകൾക്കും ധനം നൽകുന്നയാളാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രഥമ പരിഗണന കേരള സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ പ്രഥമ പരിഗണന ഭക്ഷണ വിതരണത്തിനും ഭക്ഷണം കൊടുക്കുന്നതിനും അവന്റെ തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നതിനും പൊതുവിപണിയിൽ ഇടപെടുന്നതിനുമായിരിക്കണം. അല്ലാതെ ലക്ഷോപലക്ഷം ശമ്പളം വാങ്ങുന്നവന് 1 ലക്ഷം കൂടി കൂട്ടിക്കൊടുക്കുന്നതായിരിക്കരുത് പ്രഥമ പരിഗണന.
അതാണ് നമ്മളെല്ലാം തെറ്റിദ്ധരുത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ട്